ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനനശിഖരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ഒരു സന്യാസി ചോദിച്ചു, അങ്ങ് എപ്പോഴും എനർജറ്റിക് ആൻഡ് എന്തൂസിയാസ്റ്റിക് ആയിരിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? അദ്ദേഹം ഇപ്രകാരം മറുപടി പറഞ്ഞു, എനിക്കൊരു ചിന്തയേ ഉള്ളൂ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ അതേഴ്സ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് അതേഴ്സ് എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. യേശു ക്രിസ്തുവിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 10:38 പറഞ്ഞിരിക്കുന്നു, യേശു ദേശമെല്ലാം സഞ്ചരിച്ചു, നന്മ ചെയ്തു. നമ്മെക്കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവം നമ്മെ സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. കൊടും വെയിലിൽ ഒരു ചെടി വാടിത്തളരും. നമ്മളുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും നിന്ദകളും എത്ര ജീവിതങ്ങളെയാണ് തളർത്തുക. എന്നാൽ ഒരു പാത്രം ജലമൊഴിക്കുമ്പോൾ തളർന്ന ചെടി എനർജറ്റിക് ആകും. നമ്മുടെ ഒരു നല്ല വാക്ക്, ഒരു പുഞ്ചിരി, പ്രോത്സാഹനം, കൂട്ടായ്മ, ഒരു സപ്പോർട്ട് എത്ര ജീവിതങ്ങളെയാവും ശക്തിപ്പെടുത്തുക. നാം ഇന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. തളർന്നു കിടക്കുന്ന ഒരു രോഗിയെ സമ്പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിച്ച 3 ഘടകങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1, കഫർന്നഹൂമിലെ ഭവനം തിക്കും തിരക്കുമുള്ള ഭവനമായി തീർന്നു. എന്താണതിൻ്റെ കാരണം? ആ നാട്ടിലെ അനേകർക്ക് രക്ഷ നൽകുന്ന ദേവാലയമായും അനേകർക്ക് സൗഖ്യം നൽകുന്ന മെഡിക്കൽ സെൻ്ററായും അനേകർക്ക് പ്രത്യാശ നൽകുന്ന കൗൺസിലിംഗ് സെൻ്ററായും ആ ഭവനം മാറി. ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ ശ്ലീബാടി അടർത്താൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ ദേവാലയങ്ങൾ ഇതുപോലെ ദേശത്തിന് സൗഖ്യവും രക്ഷയും നൽകുന്ന ചൂണ്ടുപലകകളായി തീരണം. നമ്മുടെ വിശുദ്ധ കുർബാന നൽകുന്ന ആശീർവാദം ഇങ്ങനെയാണ്: ശ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവർ, വിശുദ്ധ മാമോദീസായിൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന നമ്മൾ വിശുദ്ധ കുർബാന കൈക്കൊണ്ടിട്ട് മടങ്ങിപ്പോകുമ്പോൾ അനേകർക്ക് സൗഖ്യം നൽകുന്ന, രക്ഷ നൽകുന്ന ദൈവത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് മാറണം എന്നാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നാം നമ്മെക്കുറിച്ചൊന്ന് ആത്മപരിശോധന നടത്തണം. രണ്ടാമതായി നാം കാണുന്നത് ഈ സംഭവത്തിലെ 4 സ്നേഹിതന്മാർ. അവർ വിചാരിച്ചു, എൻ്റെ സൗഖ്യം അനേകരുടെ സൗഖ്യത്തിനും, എൻ്റെ രക്ഷ അനേകരുടെ രക്ഷയ്ക്കും, എൻ്റെ വിടുതൽ അനേകരുടെ വിടുതലിനും ഇടയാകണം. എനിക്ക് സൗഖ്യം കിട്ടിയല്ലോ എന്ന് ചിന്തിക്കുന്നതിനപ്പുറമായി എനിക്ക് സൗഖ്യം തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ മറ്റുള്ളവരെ കൂടെ എത്തിച്ച് അവർക്കും സൗഖ്യം നൽകണം. കഫർന്നഹൂമിലെ വീട്ടിൽ യേശു നൽകിയ സൗഖ്യം രുചിച്ചറിഞ്ഞ 4 പേരാണ് ഈ സ്നേഹിതർ. അവർ വിചാരിച്ചു, ലെറ്റ് us join together as an agape fellowship and we should give our best for the betterment of others. ഈ വീട്ടിൽ നമുക്ക് 2 തരം സംഘങ്ങളെ ദർശിക്കണം. 1, ആ ഭവനത്തിൽ കൂടിയിരിക്കുന്ന പുരുഷാരം ഈ രോഗിക്ക് സൗഖ്യം കിട്ടുന്നതിന് തടസ്സമായി തീർന്നു. മറുവശത്ത് 4 പേർ നമുക്ക് കിട്ടിയ സൗഖ്യം അവരനും കിട്ടണമെന്നാഗ്രഹിച്ച് ഒന്നിച്ചു ചേരുന്നു. നല്ല ശമരിയാക്കാരൻ്റെ കഥയിൽ ആരോഗ്യമുള്ളവനെ അവശനാക്കി തീർത്ത കൊള്ളക്കാർ ഒരു കൂട്ടായ്മ കൂടുന്നത് കാണാം. എന്നാൽ ആ ദേശത്തെ ദേവാലയത്തിലെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന പുരോഹിതനും ലേവ്യനും ആ മനുഷ്യനെ സഹായിക്കുന്നതിന് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുവാൻ സാധിച്ചില്ല. അവർ ഇരുവരും ശമരിയാക്കാരൻ്റെ കരങ്ങളിൽ പിടിച്ച് സത്രക്കാരൻ്റെ കൈകളിൽ ആ രോഗിയെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ആ കഥയുടെ പേര് നല്ല കൂട്ടായ്മയുടെ കഥയെന്ന് മാറുമായിരുന്നു. നമ്മുടെ ഇടവകയും നമ്മുടെ സഭയും നമ്മുടെ സംഘടനകളും ഒത്തൊരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചാൽ എത്ര പേരെ ഈ പ്രകാരം രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മെ സമർപ്പിക്കുന്ന ഒരവസരമായി ഈ നോമ്പ് കാലത്തെ നമ്മുടെ ആരാധനകൾ തീരണം. ഫീസ് കൊടുക്കുവാൻ കഴിയാതെ ക്ലാസ്സിന് വെളിയിൽ നിർത്തപ്പെട്ടൊരു കുട്ടി കരഞ്ഞുകൊണ്ട് അപഹാസ്യനായിട്ട് നിൽക്കുമ്പോൾ എല്ലാവരും അവനെ കളിയാക്കി.
എന്നാൽ ആ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ജോസഫ് സാറും ഭാര്യയും ആ കുട്ടിയുടെ പഠനച്ചെലവ് ഏറ്റെടുത്ത് അവനെ പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. ആ വിദ്യാർത്ഥി പഠിച്ചുയർന്ന് മിടുക്കനായി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി പഠിച്ച് അവിടുത്തെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായപ്പോൾ അവിടുത്തെ അധ്യാപകനായിരുന്ന ഹാരോൾഡ് ലാൻസ്കി ഒരു കത്ത് നൽകി ജവഹർലാൽ നെഹ്റുവിനോട് ആവശ്യപ്പെട്ടു, ഈ വിദ്യാർത്ഥിയെ ഇന്ത്യയുടെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കണം. ആ മനുഷ്യനാണ് ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് തീർന്ന മിസ്റ്റർ KR നാരായണൻ. നാമൊക്കെ ഇതുപോലെ ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര പേരെ ഉയർത്തുവാൻ കഴിയും? നമ്മുടെ കൂട്ടങ്ങൾ കൂട്ടായ്മകളാകണം, നമ്മുടെ ആരാധനകൾ അർപ്പണവേദികളാകണം, നമ്മുടെ സംഘടനകൾ സഹകരണത്തിൻ്റെ നല്ല വേദികളായിട്ട് മാറണം. അതാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒറ്റയ്ക്ക് നന്മ ചെയ്യുന്നതിനപ്പുറമായി ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുവാനിടയാണ്. മൂന്നാമതായി ഇവിടെ സൗഖ്യത്തിൻ്റെയും രക്ഷയുടെയും അനുഗ്രഹത്തിൻ്റെ ഉറവിടം ദൈവമാണ്, കർത്താവാണ്. ഈ 4 പേരല്ല സൗഖ്യം നൽകിയത്. ഈ 4 പേർ യേശു ക്രിസ്തുവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയിൽ പങ്കുചേരുകയായിരുന്നു. ദൈവം നമ്മെ ഇന്ന് വിളിക്കുന്നത് ദൈവത്തിൻ്റെ സൗഖ്യദായക പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് മറ്റുള്ളവരെ സൗഖ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ രോഗിക്ക് ശാരീരിക സൗഖ്യം മാത്രമല്ല, ഹോളിസ്റ്റിക് സൗഖ്യമാണ് യേശു നൽകിയത്. അതുകൊണ്ടാണ് വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ മോട്ടോ വി ട്രീറ്റ് ഗോഡ് ഹീൽസ് എന്നാണ്. നാം ശുശ്രൂഷിക്കുന്നു, ദൈവം സൗഖ്യം കൊടുക്കുന്നു. നാം ആയിരിക്കുന്ന ദേശത്തും ഇടവകയിലും നമുക്ക് അനേകർക്ക് സൗഖ്യം നൽകുവാൻ, അനേകർക്ക് ബലം നൽകുവാൻ മറ്റുള്ളവരുടെ കൈകൾ കോർത്തു പിടിച്ച് ഒന്നിച്ച് പ്രവർത്തിക്കാം. അങ്ങനെ നാം ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കും, ദേശത്ത് അനുഗ്രഹം ഉണ്ടാകും, അനേകർക്ക് നന്മയുണ്ടാകും. അങ്ങനെ ദൈവരാജ്യ പ്രവർത്തനത്തിൽ പങ്കുചേരുവാൻ നമുക്ക് നമ്മെ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.